നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളിപ്പോൾ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വില 300 രൂപ ഇറങ്ങിയിരിക്കുന്നു. 13,500 ഇന്നും ഇറങ്ങേണ്ട ചാൻസ് കൂടുതലുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 12,400 അടുത്ത് ഗോൾഡ് വന്നിരിക്കണം. ഇവ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങുന്നു. വെള്ളി ഇന്നും കുറച്ചും കൂടെ ഇറങ്ങി 2.33 ആയിരിക്കുന്നു. പക്ഷെ സിൽവറിൽ ഏതൊരു മാറ്റവും ഇല്ലെന്നാണ് പറയുന്നത്. 95.62 വരയ്ക്ക് റിബ ചെന്നിരിക്കുന്നു. ഇന്നും വിളം ട്രെൻഡ് 93.5 ആണ്. എല്ലാ ഇൻഡെക്സും രാവിലെ പ്ലസിലിരുന്നു. -100 പോയിന്റിൽ ഓപ്പൺ ആയി പ്ലസിൽ കൊണ്ടുപോയി. ബാങ്ക് നിഫ്റ്റിനും പ്ലസിലിരിക്കുന്നു. നിഫ്റ്റീനെ അടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു. എല്ലാം ഒരു ഫ്രോഡ്തനമാണ്. മാർക്കറ്റിൽ 50 ഇത് താഴെ ഇറങ്ങിയിരിക്കുന്നു. -66 ആണ് അവസാനം. അതിനെ കയറ്റി -53, 64 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു. അറ്റ് വൺ ടൈം ഈ 370 വരയ്ക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് മാർക്കറ്റ്. റിയാലിറ്റി എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇന്നും കുറച്ചും കൂടെ വിളുന്നിരിക്കണം. ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ സ്റ്റോക്ക് ഒബ്സർവർ പോലെ നിങ്ങൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് കാശിനെ കൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. ഇന്ന് 2 ദിവസം സമയം. എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ 2 ദിവസത്തിൽ ഓവർ പെർസെന്റ് വിളുന്ന സമയം മാർക്കറ്റിനെ 0.2% ആയിട്ട് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. മാർക്കറ്റിനെ ഒരുപാട് പിടിച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വേദനിപ്പിക്കും എന്നതിനെ നിങ്ങൾ മറക്കരുത്. കാരണം അമേരിക്കയാണ് മദർ മാർക്കറ്റ്. മദർ മാർക്കറ്റ് വിലുവാണെങ്കിൽ നമ്മൾ വീണം. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെല്ലുവാണെങ്കിൽ നമ്മൾ വളരെ അടിപെടും. ഡെഫിനറ്റ് ആയിട്ട് നമ്മളത് അടി വാങ്ങാൻ പോകുന്നു. എൻ്റെ കണക്ക് പടി ആൻഡ് റെക്കോർഡ്സ് പടി ഇന്നും $800 ബില്യൺ വന്ന് FIA കാശ് വെച്ചിരിക്കുന്നു. ഇത് അല്ലാതെ പല ഇക്വിറ്റി കാശ് വന്നിട്ട് ഈസി ഫണ്ട്സ് ഇട്ടിരിക്കുന്നു. അവരൊക്കെ കുറച്ചായിട്ട് വിറ്റ് കാശിനെ എടുത്തുകൊണ്ട് പോകാനായി നമ്മളെടുത്ത് ഇരിക്കുന്ന റിസോഴ്സും അതിന് കറക്റ്റായിട്ട് ഇരിക്കുന്നു. അത് കാരണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കൊണ്ടേയിരുന്നു, അവർ വിറ്റുകൊണ്ടേയിരിക്കും. അതേസമയം കുറച്ച് ഡെപ്റ്റ് സ്റ്റോക്കും നിങ്ങൾ തയ്യിൽ കെട്ടും. അതിനെ നിങ്ങൾ വാങ്ങിക്കോ. റിയാലിറ്റി ഇതാണ്. സ്റ്റോക്ക് ഫാസ്റ്റായി ഇറങ്ങുവാണെങ്കിൽ വേദന പെട്ടെന്ന് തീരും. പക്ഷെ ഒരു ദിവസം അത് നമ്മളെ വെച്ച് ചെയ്യും. അതുമല്ലാതെ ഇത് ഇങ്ങനെ നമ്മളെ വെച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കുവാണെങ്കിൽ 1 വർഷത്തിന് ഇങ്ങനെ തന്നെ ഇരിക്കും. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ 4 കടന്നു പോകുന്നു. അവർക്കത് അൺടോളറബിൾ ആണ്. ട്രംപ് എന്ന കാരണത്താൽ അവർക്ക് ഇൻഫ്ലേഷനെ മാറ്റി സംസാരിക്കാൻ പറ്റൂല. ഇത് പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചില്ലെങ്കിൽ ഇൻഫ്ലേഷൻ 5ന് മേളിൽ ചെല്ലുവാണെങ്കിൽ കിയോമിയോ എന്ന് കത്തിക്കൊണ്ടിരിക്കും. ഇത് കാരണമാണ് ഗോൾഡ് ഇറങ്ങുന്നു. ഗോൾഡ് വിളുന്നത് നമുക്കൊരു നല്ല ന്യൂസാണ്. ആരും ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ഇപ്പോൾ ഗോൾഡിൽ ഹോക്കി സ്റ്റിക്ക് എടുത്തോണ്ടൊക്കെ ഓടാം. ഇപ്പോൾ ഗോൾഡിൻ്റെ ആക്ച്വൽ വില 12,400 താഴെയാണ്. ഇത് ആക്ച്വൽ മാർക്കറ്റ്. ഇപ്പം നമ്മൾ അടുത്തതിനെ കുറിച്ച് നോക്കാം. മെയിനായി ഇന്ന് എന്തെന്ന് ഇറാൻ്റെ മേളിൽ ഗുണ്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയത് ആരെന്ന് വെച്ചാൽ ഇറാനാണ്. ഇറാൻ ഗുണ്ടിടാൻ തുടങ്ങി. വളരെ മോശമായിട്ട് ചെന്നുകൊണ്ടിരിക്കുന്നു. ഗുണ്ട് വിളുന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ ഇറാൻ തിരികെയും താക്കുതൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് തിരികെ ഗുണ്ടിടാൻ തുടങ്ങിയിരിക്കുന്നു. സോ ഇപ്പോൾ കുവൈത്തിൻ്റെ എയർഫോഴ്സിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ബഹ്റൈനിലും വാണിംഗ് ചെന്നുകൊണ്ടിരിക്കുന്നു. ഗോൾഡ് പ്രീ ഡ്യൂട്ടി ലെവൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇനിയും ഡ്യൂട്ടി ഇരിക്കുന്നു. ഡ്യൂട്ടി നിങ്ങളെ കെട്ടും. കുരുവി വ്യാപാരം വളരെ നന്നായിട്ട് ചെന്നുകൊണ്ടിരിക്കും. ഇതാണ് റെസ്പോൺസിന്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. സോ ഇന്നും പ്രോബ്ലം കയറും. മണപ്പുറമും മുത്തൂട്ടും 5-7% മഴ വിളുന്നിരിക്കുന്നു. ഇത് ഹാക്കി എടുക്കാൻ നല്ല ഒരു സമയമാണ്. ഇതിലിരുന്ന് 5 വർഷം കഴിഞ്ഞ് ഇതൊരു ചെറിയൊരു ബ്ലിപ്പായി തന്നെ ഇരിക്കും. ഇതിനെക്കുറിച്ച് വിഷമിക്കാൻ ഒന്നുമേ ഇല്ല. മുത്തൂട്ട് വന്നിട്ട് മിസ്സായ കമ്പനിയാണ്. ഫുഡ് ഫിൻകോർപ്പ് എന്ന കമ്പനി 4000 5,000 കോടിക്ക് IPO ഇടാൻ പോകുന്നു. കമ്പനിയുടെ വാല്യുവേഷൻ 28,000 കോടി ക്യാപ്പബിൾ ആണ്. അത് എപ്പോൾ IPO വരുമെന്ന് നമുക്കറിയത്തില്ല. 1,640 കോടി രൂപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വൺ ഓഫ് ദി മുത്തൂട്ട് ഫാമിലിയുടേതാണ്. ഇത് മുത്തൂട്ട് ഫിൻകോർപ്പിൻ്റെ സബ്സിഡറി ഒന്ന് ഓൾറെഡി ലിസ്റ്റ് ആയിരിക്കുന്നു. ടാറ്റ കൺസ്യൂമറിൽ ഒരു നല്ല ന്യൂസ് വന്നിരിക്കുന്നു. ടാറ്റ കൺസ്യൂമർ എന്ത് പറയുന്നു എന്നാൽ 1,000 കോടി ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇത് 2 ബില്യൺ കഴിഞ്ഞു പോകുന്നു. അവർ ടേൺ ഓവറാണ്. സോ ബല്ലേ എന്ന് പറഞ്ഞ് ഡാൻസ് ആടിക്കൊണ്ടിരിക്കുന്നു. ക്യാപിറ്റലൈസ് ചെയ്ത ഫണ്ട് 14% കയറ്റാൻ പോകുന്നു. പ്രോഫിറ്റ് 1,600 കോടിയുടെ അടുത്ത് വന്നിരിക്കുന്നു. ഇതിനെക്കാട്ടിലും ഇന്നൊരു നല്ല ന്യൂസ് എന്തെന്ന് വെച്ചാൽ ടാറ്റ സ്റ്റാർബക്സ് EBITDA ടെസ്റ്റ് ആയി. ചാർലി മങ്ങർ പറഞ്ഞത് ടാറ്റയ്ക്കും അഡാപ്റ്റ് ആവും. നമ്പർ തെറ്റൂല. കറക്റ്റ് നമ്പർ വന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇന്നും പക്ഷെ നെറ്റ് പ്രോഫിറ്റ് വന്നില്ല. കാരണം കാശ് അതിൽ ഒരുപാട് ഇട്ടിരിക്കുന്നു. എക്സ്പെൻസ് തന്നെ അത് ആ എക്സ്പെൻസ് തന്നെ വരണം. കാരണം 8,000 പൗണ്ട് ഇട്ടാൽ പ്രോഫിറ്റ് വരും എന്നൊരു വിശ്വാസം ഇരിക്കുന്നു. പ്രോഫിറ്റബിൾ ആയെങ്കിൽ ഇത് എഞ്ചിൻ ഗ്രോത്ത് ആയിട്ട് മാറും. സ്പിൻ ഓഫ് ചെയ്ത് തനിയായിട്ട് ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല കാശാണ്. ബട്ട് ഇന്ന് ഇത് വന്നിട്ട്
പൈര ഉസി റേഞ്ചിലാണ് ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ കൈ വയ്ക്കുവാണെങ്കിൽ ഇത് ഭയങ്കര അബദ്ധമാണ്. സൺ ഫാർമ വന്നിട്ട് R&D ഇൻവെസ്റ്റ്മെന്റ്സിന് കംബാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരബ്നാങ് പോലെ $11.75 ബില്യൺ സ്റ്റോക്കിനെ കംപ്ലീറ്റാ വാങ്ങിയാലും നിങ്ങൾ വന്നിട്ട് R&Dക്ക് ചെലവ് ചെയ്യും. സൺഫാർമയ്ക്ക് $2.5 ബില്യൺ ക്യാഷ് ഫ്ലോ ഇരിക്കുന്നു. അല്ലാതെ $350 രണ്ട് കമ്പനിക്കും സിനർജീസ് ഇരിക്കുന്നു. ഇത് കാരണം ഫാർമ വുമൻ ഹെൽത്ത് ആൻഡ് സ്പെഷ്യാലിറ്റിയിലും ഐനാ ബിസിനസ്സിനെ ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നു. സിപ്ല എന്ത് പറയുന്നു എന്നാൽ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സിൽ ഇത് പെർസെൻറ്റേജ് റവന്യൂ വരും, അതായത് 5 വർഷത്തിൽ എന്ന് പറയുന്നു. ഒക്കെ അല്ല ഇമ്പോർട്ടൻറ്റ്, ഇനി പറയാൻ പോണതാണ് മുഖ്യ വാർത്തകൾ. ഇതേറെ ഫാർമ എക്സ്പോർട്സ് 10 ബില്യണ് ഗില്ലി പോലെ താണ്ടിപ്പോവും. ഇത് വന്ന് ലോകത്തിലുള്ള ഒരു സാധനം പോലെയാണ്. ഇതിനെ ആരും ഡ്യൂട്ടി ഇട്ട് കെടുക്കാൻ പറ്റൂല. 50 ബില്യൺ കഴിഞ്ഞു പോകുവാണെങ്കിൽ ഓർഡറിൽ വരുമാനമായിട്ട് കൊട്ടും. കാരണം നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ബൈബാക്ക് ഓഫർ ഓപ്പൺ ആയിരിക്കുന്നു. ട്രേഡിലിരുന്ന് 38% എക്സ്ട്രാ കൊടുത്ത് വാങ്ങുന്നു. ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവരൊക്കെ സ്റ്റോക്കിനെ സറണ്ടർ ചെയ്യാം. അടുത്തത് ബാങ്കിൽ റിസ്കിനെ മാനേജ് ചെയ്യുന്നത്, ബൈപ്പാസിൽ കണ്ടുപിടിക്കേണ്ട റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോസിസ് ഒരു പുതിയ ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിലിരുന്ന് ഞങ്ങൾക്ക് കാശ് വരും എന്ന് പറയുന്നു. ABIA എന്ന കമ്പനി ഡിസ്കാർട്ടിൽ 1944 കോഴ്സ് ഇട്ട് ഡീല് പോകുന്നു. ഒരു 2.3% സ്റ്റേക്കിന് ബ്ലോക്ക് ഡീലിൽ വിറ്റ് 686 രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നു. റിമൈനിങ് ഇരിക്കുന്നതിന് 90-day ലോക്ക് ഇൻ പീരീഡ് ഇരിക്കുന്നു. ഇതുപോലെ ലെൻസ്കാർട്ടിൽ പല സ്റ്റോക്ക് വിൽക്കാൻ പെടും. കാരണം വാല്യൂ കുറയാനും ചാൻസസ് ഇരിക്കുന്നു. മഹേന്ദ്രയുടെ XUV പ്രൊഡക്ഷൻ 11% കുറഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ L&T ലേബർ ഇല്ല എന്ന പ്രോബ്ലം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ മഹേന്ദ്രയ്ക്കും ലേബർ പ്രോബ്ലം ഇരിക്കുന്നു എന്ന് പറയുന്നു. BAS അതായത് ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് കമ്പനി 4,30,000 കോടി 2021-2026 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്ബേബിക്കിനൊപ്പം അവർ വാങ്ങിയിരിക്കുന്നു. അവസാനം രാജേഷ് എക്സ്പോർട്സ് കള്ളം പറയുന്നു. ഗുജറാത്തിലിരുന്ന് വന്ന ആളാണ്, ഞാനൊന്നും തെറ്റ് ചെയ്യാൻ പറ്റൂല, ഇവിടെ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു. മഹേന്ദ്രയിൽ 15% കുറയുവാണെങ്കിൽ ടാറ്റയ്ക്കും JSWക്കും ഭയങ്കര കൊണ്ടാട്ടമാണ്. ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ രൂപയിൽ ഡെപ്പോസിറ്റ് കൊടുത്ത് എനിക്ക് വേണ്ട, $1 തരുവാണെങ്കിൽ ഞങ്ങൾ ഗോലി സോഡ ഉടച്ചു കൊടുത്ത് 1.1% ഡെപ്പോസിറ്റ് തരാം. കാരണം റിസ്ക് RBIക്കാണ്, ഇന്ത്യതില്ല. ഇത് കാരണം ഹാപ്പി ആയിരിക്കുന്നു. ഓപ്പറേറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്ത് നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ് ഈ ഇയർ ലോ കുറഞ്ഞിരിക്കുന്നു. RBI പറയുന്ന ന്യൂസാണ്. ഓവറോളായിട്ട് ഓണേഴ്സ് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നു. ഇത് നമുക്കൊരു വലിയ കാര്യമായിട്ടിരിക്കുന്നു. CPയിൽ പ്രോബ്ലം വരുന്നത് പോലെ EMAയിലും അതുപോലെ പ്രോബ്ലം വരും. OPEC എന്ത് പറയുന്നു എന്നാൽ 2000 ശേഷം ലോവസ്റ്റ് ലെവൽ ഓഫ് ഓയിലാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം പെട്ടെന്ന് ഓയിൽ ഷോർട്ടേജ് വരാൻ സാധ്യത ഉണ്ട്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.